റാബിറ്റ്, ക്യാരറ്റ് കഴിക്കും. ഗിനിപ്പിഗ് ആണ്. Pigs. No. Babi drua. ഭയങ്കര സ്മെല്ലാണ്. അയ്യോ, ഓ, അവിടെ മുട്ടനാടിനെ കാണാം. ഇവിടെ ഒരു മുട്ടനാട്. അതെ അതെ, സത്യം പറഞ്ഞാൽ ലൈക്ക് ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റോൺ സർക്കിളിൽ നിന്ന് വിട്ട് ഞങ്ങളിവിടെ പിള്ളേർക്ക് വേണ്ടി ഓൾഡ് മക്ഡൊണാൾഡ്സ് ഫാമിൽ വന്നു. അവിടെ വന്ന് പിള്ളേരെ കാണാം. അപ്പോൾ അതിലാണ് നമ്മൾ പന്നിക്കുട്ടി, ഗിനി പിഗ്സ്, റാബിറ്റ് എല്ലാം കാണാം. പിന്നെ ഇവിടെ ഇങ്ങനെ എൻ്റെ പിന്നെ കണ്ടില്ലേ ഇങ്ങനെ കളിക്കാനും അങ്ങനെ. പിന്നെ ഇപ്പുറത്ത് എല്ലാം ഡൊമസ്റ്റിക് ആനിമൽസ്, അതേ ഉള്ളൂ. അവർക്കൊരു ഫണ്ണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതും കണ്ടിട്ട് പോകാം. കുക്സ് ടൗൺ ആണ് ഈ ഏരിയ. ഇവിടെ ഒരു പോണിയാണോ ഇതാണോ കയ്യ വെച്ച് തൊടാം. അതുകൊണ്ട് പിക്നിക്കോട്ട്സ് എന്ന് പറഞ്ഞാൽ പിക്നിക്കോട്ട്സ് ചെറിയ ഇതിൻ്റെ വളർച്ച എത്രയാണ് പിക്നിക്കോട്ട്സ്. ചാടി കറിയെല്ലാം കൊടുക്കുന്നുണ്ട്. വേണ്ടേ ഇവിടെ ഇങ്ങനെ പിള്ളേർക്ക് ഇങ്ങനെ ബൗൺസ് ചെയ്ത് തരാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം അതൊക്കെ വരുന്നു. അതുകൂടെ ഉണ്ട്. അതുകൂടെ കയറി അപ്പം ഇവിടെ വലിയൊരു അവിടെ ഒരു ആട് ചവച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇവിടെ ചുമ്മാ ഇങ്ങനെ ഡൊമസ്റ്റിക് ആനിമൽസ്. പിന്നെ അവിടെ ഒരു പിള്ളേർക്ക് പിന്നെ പശുവിനെ അങ്ങനെ ആടും പശുവും പിന്നെ കോഴി. പിള്ളേരുടെ ഒരു ഇൻട്രസ്റ്റഡ് ആനിമൽസും ബേർഡ്സും ഒക്കെ ആണല്ലോ. കോഴി, ഇതുപോലെ പശു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ആട്, അവിടെ ഒരു ആടിനെ കാണാം. അപ്പം അതാണ് ഈ ഏരിയ. ഇതൊരു ചെറിയൊരു ഫാം. പിള്ളേർക്ക്, കുഞ്ഞു പിള്ളേർക്കൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അവർക്കൊരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആനിമൽസിനെയൊക്കെ കാണിക്കാൻ വേണ്ടി, ലൈവ് ആനിമൽസിനെ കാണിക്കാൻ വേണ്ടിയുള്ള ഏരിയയും പിന്നെ അവർക്ക് ചാടി കളിക്കാൻ ഒരു ഫൺ ടൈം ഫോർ ദം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അവർക്ക് വേണ്ടി, അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ഒരു സ്റ്റോപ്പ് ഓവർ ചെയ്താണ് ഇവിടെ ഒന്ന് ചാടി കളിക്കാൻ ഇന്നത്തെ ദിവസം. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് എ സ്മോൾ ഫാം വിത്ത് ലിറ്റിൽ ആനിമൽസ്. ഉണ്ട് ഇവിടെ ഒരു ആട് ഉണ്ട്, അവിടെ ഒരു ആട്ടുംകുട്ടി, അതേപോലെ പിന്നെ ഇതുണ്ട് ഇങ്ങനത്തെ പിഗ്സ്. അപ്പം അതേ ഉള്ളൂ ഇവിടുത്തെ ഒരു ഫാം ആനിമൽസിനെ കുറിച്ച് പറയുന്നത്. ഇങ്ങനത്തെ പിഗ്, നമ്മുടെ പന്നി, ആട്, പശു, പിന്നെ
പിന്നെ മുയൽ, പിന്നെ ഒരു കഴുത, ഡോങ്കി, പിന്നെ അങ്ങനെ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനം. ഇവിടെയാണ് പന്നിയുടെ എന്ന് പറയുമ്പോൾ ഭയങ്കര വാടയുണ്ടോ. പിന്നെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ. അപ്പോൾ അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു ഐസ്ക്രീം പാർലറുണ്ട്, ഓൾഡ് മാക്ഡൊണാൾഡ്സ് ഐസ്ക്രീം പാർലർ. പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കണം, റിഫ്രഷ്മെൻറ്റ്സ് എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇവിടെ കണ്ട ഒരു പൊളിഞ്ഞൊരു വീട്. ദാറ്റ്സ് ഇറ്റ്, നോ മച്ച് ടു സീ, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്, പിള്ളേർക്കൊരു ഫൺ. ക്യാമ്പിംഗ് ചെയർസ് എടുത്തിടുവാണ് രണ്ടുപേരും ഇരിക്കാൻ വേണ്ടി. ബാർബിക്യൂ ചെയ്യാനുള്ള സംഭവങ്ങൾ, സ്റ്റീക്ക്, പൂരി. ബാർബിക്യൂ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ബാർബിക്യൂ ചൂടാക്കാനുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക ഉണ്ടോ. തീ കൂട്ടിയിടാനുള്ള സംഭവം. ജസ്റ്റിന് ഇവിടെ ചെയറൊക്കെ പറക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളിന്ന് ബാർബിക്യൂ ചെയ്യുകയാണ്. ബാർബിക്യൂ ചെയ്യാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ജസ്റ്റ്. ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നല്ല ടൈമിംഗ് ആണ് ഇവിടെ. ഈ ഗ്ലാമ്പിങ് നല്ല ലൈക്ക് ഒരു 1 or 2 days സ്റ്റേക്ക് നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ്. ഒരു ചെറിയ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, നമുക്ക് തുണിയൊക്കെ വിരിച്ചിടാം. പിന്നെ ഹോട്ട് ടബ് ഉണ്ട്, ഞാൻ ഇന്നലെ കാണിച്ച ഹോട്ട് ടബ്. പിന്നെ ഈ ഒരു മല ഉണ്ടോ, ഈ മലയുടെ ഉള്ളിലാണ് നമ്മൾ ഈ ക്ലാമ്പിങ്. ഇതുണ്ട്, ഈ പോടെന്നാണ് ഇതിന് പറയുന്നത്. ഇവരുടെ പേര് പോടെന്നാണ് പറയുന്നത്. ക്യാമ്പ് അറിയാമല്ലോ, ക്യാമ്പ് നമ്മൾ ടെൻറ്റ് കൂട്ടുന്നു. ക്ലാമ്പ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ അവർ തന്നെ ഒരു സംഭവം, ചെറിയ ഒരു കുടിൽ പോലെ സംഭവം ഇട്ട് തരും. അതൊക്കെ ചെറിയ ടോയ്ലറ്റ് എല്ലാം ഇച്ചിരിയുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. അങ്ങനെയാണ്. പക്ഷെ നമുക്ക് 1 or 2 days ഒരു രസം അതാണ്. പക്ഷേ വരാമെന്നാണ്. ഇവിടെ ആകെപ്പാടെ 4 പോടേ ഉള്ളൂ. ഞാൻ ആകെപ്പാട് 4 പോടേ ഉള്ളൂ. പിന്നെ ഇവിടെ പിച്ച് ഡാർക്കായിരിക്കും, വലിയ വെട്ടമൊന്നുമില്ല, ലൈറ്റ് പൊല്യൂഷൻ ഒന്നുമില്ല. അതാണ് ഇവിടെ. പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇത് ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാർബിക്യൂവിൽ ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാർബിക്യൂ ചിക്കനൊക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ബെഞ്ചൊക്കെ ഉണ്ട്, നല്ല രസമാണ്. നമ്മൾ പിന്നെ ക്യാമ്പിങ് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ ഇരിക്കാം. ഒരു 2 ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമുക്കിങ്ങനെ അടിച്ചു കുളിക്കാം. പിന്നെ UK പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ വെതർ സമ്മറൊക്കെ കഴിയുമ്പോൾ ഇങ്ങനത്തെ കുറേ പൂക്കൾ, ചെടി പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും പൂ ഇഷ്ടം പോലെ ഉണ്ടാവും. കണ്ടോ, ഇവിടെ ഇത് കണ്ടോ, എല്ലാം കാട്ടുകടിയാണ്. ചുമ്മാ വെച്ച് പിടിപ്പിച്ചാൽ മതി, എല്ലാത്തിനും പൂ വരും. കണ്ടോ, ഇതിലും പൂവ് കണ്ടോ, എല്ലാവർക്കും പൂവുണ്ട്. പൂവ് ഇങ്ങനത്തെ ഉള്ള ചെടികളൊക്കെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ക്ലാമ്പിങ്.
ആണ്. എൻ്റെ പിന്നിൽ ജസ്വിൻ ഡ്രോൺ പറത്തിപ്പിടിക്കും. ഡ്രോൺ പൊങ്ങുന്നുണ്ട് കണ്ടോ. ഇവിടെ നിന്ന് ഡ്രോൺ കളിയാണ് ആശാൻ. ഡ്രോൺ കണ്ടോ. അതാണ് ആശാന്മാര്. Come a bit closer, Jasmine. Almost a bit wet. Almost. മാഷ്മെലോ ബാർബിക്യൂ. മാഷ്മെലോ ബാർബിക്യൂ. ഇവിടെ രണ്ട് മൂന്ന് പേര് What are yours? കണ്ടോ. That's it. Don't. കരിഞ്ഞു പോയി ഇനി ഉള്ളില്ല. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇവിടെ നമ്മുടെ ഈ സ്പൈറൽ വ്യൂ ക്ലാമ്പിംഗ് എന്ന് പറഞ്ഞ. ഇതാൻ്റെ പിന്നിൽ കാണുന്ന സ്പൈറൽ വ്യൂ ക്ലാമ്പിംഗ്. അപ്പം ഞാനിതിൻ്റെ ഭംഗിയൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കുറച്ച് LED ലൈറ്റ്സ് ഒക്കെ ഇട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടോ ഒരു ഇങ്ങനത്തെ ലൈറ്റ്സ് LED ലൈറ്റ്സ് ഒക്കെ ഇട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് കണ്ടോ ഇതുപോലെ വൈറ്റ് കളറിൽ ഇത് രാത്രി വരുമ്പോൾ ഇത് നല്ല വൈറ്റായിട്ട് നമുക്ക് കാണാം. ഇവിടെ നമുക്കിങ്ങനെ ഒരു ഫുട് പ്രിൻ്റ് രാത്രി. പിന്നെ ഞാൻ അന്ന് വന്ന സമയത്ത് പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ LED ലാമ്പ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ്. അതിൻ്റെ താഴെ കുറേ ഇങ്ങനത്തെ കുറേ ഈ മോൾഡഡ് സ്റ്റാച്യൂസ് പോലെ ഇതിൻ്റെ വട്ടത്തിൽ അതൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ. എനിക്കപ്പം ഇത് ഇങ്ങനത്തെ ലൈറ്റ്സൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ജസ്റ്റ് നിങ്ങളുടെ മുമ്പിലും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്ന് കാണിച്ചാണ്. അതേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതും കൂടെ ഉള്ളൂ. ഇന്ന് ലാസ്റ്റ് നൈറ്റാണ്. നാളെ രാവിലെ ഞങ്ങൾ പോകും. അപ്പം വി വിൽ സീ ടുമോറോ മോർണിംഗ്. സോ ഗുഡ് നൈറ്റ് ടു എവരി വൺ. ഹായ്, ഞങ്ങളിപ്പം ഗോർട്ടൻ ഗ്ലെൻ പാർക്കിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ചെറിയ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഗോർട്ടൻ ഗ്ലെൻ ഫോറസ്റ്റ് പാർക്കിൻ്റെ എൻട്രി. അപ്പോൾ ഇവിടെ ഇതൊരു ഫോറസ്റ്റ് പാർക്കാണ്. ഫോറസ്റ്റും പിന്നെ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഇതുപോലെ സൈക്കിൾ ട്രെയിൽസ് ഉണ്ട്. സൈക്കിൾ ചവിട്ടി ആൾക്കാർ ഇതിൽ പോകും. കണ്ടോ, സൈക്കിൾ ട്രെയിൽസാണ്. കണ്ടോ, ഫുള്ള് വലിയ മരങ്ങളാണ്. ഉണ്ടോ. അപ്പം ഇതുപോലെ ചവിട്ടി ആൾക്കാർക്ക് മേളിൽ പോകും. നല്ല പാർക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് ഒരു ഡിഫറെൻറ്റ് പാർക്കാണായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ ഈ ഫോറസ്റ്റ് പാർക്കിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നടക്കാം. പിന്നെ സൈക്കിൾ ചവിട്ടാം. പിന്നെ ഇവിടെയും കൂടെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ പിള്ളേർ കളിക്കാനുള്ള ഒരു പ്ലേ പാർക്കും ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടും പിന്നെ വാട്ടർഫോളൊക്കെ കണ്ട് കഴിഞ്ഞ് പോകാമെന്ന് വെച്ചാൽ. സോ അങ്ങോട്ടും കൂടെ ഒന്ന് പോവാം. ഓക്കെ. ഇവിടെ ഞാൻ ഈ ഇല ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഫീൽ, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ പ്ലാസ്റ്റിക്, പക്ഷേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫീല് പോലെ. പിന്നെ ഇതിനൊരു ഞാൻ നോക്കിയപ്പം ഒരു പ്ലസൻറ്റ് സ്മെല്ല് പോലെ എനിക്ക് തോന്നി. എനിക്കിത് കാണിച്ചൊക്കെ ഇതെന്തോ മരമാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം എങ്കിലും ഈ മരത്തിൻ്റെ കാര്യം അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പക്ഷെ നല്ല മണമുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന, പിന്നെ വെറുതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഇല പോലെ ടൈപ്പുള്ള മരമാണ്. വലിയൊരു മരം, ഇവിടുത്തെ ഒരു മരമാണ്. എന്തുവാണെന്ന് എനിക്കറിയില്ല. സോ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഞാൻ കണ്ടായിരുന്നു. കണ്ടോ, എന്ത് വലിയ ക്രിസ്മസ് ട്രീ ആണെന്ന് നോക്കിയേ.
വലിയൊരു ക്രിസ്മസ് ട്രീ. അതിൻ്റെ അപ്പുറത്തും ഉണ്ട് ഒരു ക്രിസ്മസ് ട്രീ. ഈ കാർ പാർക്കിൻ്റെ സൈഡിൽ തന്നെയാണ് ക്രിസ്മസ് ട്രീ എല്ലാം. നൈസ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വരാം. നല്ലൊരു ഏറിയാണ്. ഇപ്പോൾ ഇച്ചിരി മഴയൊക്കെ പെയ്യാൻ, ആകാശം മൂടിയിരിക്കുകയാണ്. മഴ ചാറുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. സ്നോട്ട് വെയിലുള്ള സമയത്ത് വരുന്നതാണ് ഇച്ചിരി ബെറ്റർ ഈ ഏറിയയിൽ. ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു ആനിമലിൻ്റെ പൈൻ മാർട്ടിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. പൈൻ മാർട്ടിൻ. അതിൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെ വെച്ചെങ്കിൽ വുഡ് സ്റ്റാച്ചു ആണ്. അപ്പം ഇവിടെ കുറേ എമർജൻസി ഇൻഫോർമേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വുഡൻ ബ്രിഡ്ജുണ്ട്. ആ വുഡൻ ബ്രിഡ്ജിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ റിവർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ട്രീം. ഒരു അരുവി പോലെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന സ്ഥലം. എന്തോ എനിക്കറിയത്തില്ല എന്താ, ഇത് ചുമ്മാ ഒരു ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ ആണെങ്കിൽ ഒരു ചെയർ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വുഡൻ ചെയർ പോലെ പിള്ളേർക്ക് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം, അങ്ങനെ ഒരു സംഭവം. പിന്നെ ഒരു കഫേയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കഫേ. പിന്നെ അങ്ങോട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമുക്ക് ബെഞ്ചസും മേശയും ബെഞ്ചും ഒക്കെ ഇരുന്ന് വന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ ഹിസ്റ്ററി ഓഫ് ഗോർഡൻ ഗ്ലെൻ ഫോറസ്റ്റ് പാർക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ഇൻഫോർമേഷൻ ഒക്കെ ഉണ്ട്. സോ ഇത് വായിക്കണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ്. അപ്പം ഈ ഫോറസ്റ്റിൻ്റെ ഓരോ ഫോറസ്റ്റ് കവേർഡ് ബൈ ട്രീസ്, അതിൻ്റെ ഓക്ക്, ബിർച്ച് ആൻഡ് ഹെയ്സൽ ആൻഡ് റോവൻ ട്രീസ്, അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനത്തെ ടൈപ്പിലുള്ള ട്രീകളാണ് ഇവിടെ കാണുന്നത്. കാണുന്ന ട്രീസൊക്കെ അതായിരിക്കാം. ഓക്കും ബ്രിഷും ഹെയ്സൽ എന്നൊക്കെ പറഞ്ഞുള്ള ട്രീസ് ആയിരിക്കും. ഹിയർ ഈസ് വൈൽഡ് ലൈഫ് എൻക്ലോഷർ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ബാർബിക്യൂ ഏരിയ. It's a big forest park. നമ്മുടെ കിഡ്സിനൊക്കെ കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട് അവിടെ, പ്ലേ ഏരിയ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഫർദർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതും കൂടെ ഒന്ന് കാണണം. ഇടയ്ക്കൊന്ന് മഴ ചാറുന്ന പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മരത്തിൻ്റെയൊക്കെ വണ്ണം കണ്ടോ, വലിയ മരമാണ്. ഫുൾ മരം, ഫുള്ള് പച്ചപ്പാണ് കണ്ടോ. പിള്ളേർക്ക് ഇവിടെ ഓടിച്ചാടി കളിക്കാനുള്ള ഇഷ്ടം പോലെ ഏറിയാണ്. പിന്നെ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ട ഈ ഇങ്ങനത്തെ ചെറിയ വെള്ളം ഒഴുകി പോകുന്ന നമ്മുടെ തോട്, നാട്ടിലെ തോടെന്നൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞ പോലെ ഇവിടെയൊക്കെ അതും കാണാൻ. ബട്ട് വെരി നേച്ചർ ഫ്രണ്ട്ലി. ഇതൊക്കെ നല്ലൊരു സംഭവമാണ്. ക്ലീനാണ്, ക്ലീൻ ഏരിയയാണ്. ഒരു വേസ്റ്റോ ഒന്നും ഇവിടെ കാണത്തില്ല. കണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണാം. ഈ പോച്ചപ്പുറത്ത് എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടോ? ഇല്ല, എല്ലാം ക്ലീനാണ്. സോ ഇറ്റ്സ് വെരി ഗുഡ്. ഇവിടെ ഇത് കണ്ടോ, ഈ ക്യാൻ യു ഫൈൻഡ് ഓൾ സ്ട്രക്ചേഴ്സ് അലോങ് ദ ട്രെയിൽ. അപ്പം നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഇന്നത്തിൽ എവിടെയൊക്കെയുണ്ട് ഇതിൻ്റെ സ്കൾപ്ചേഴ്സ്, വുഡൻ സ്കൾപ്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു തരും. അത് നല്ലതാണ്, പിള്ളേർക്കൊക്കെ ഒരു എൻ്റർടൈനിങ് ആയിരിക്കും. ഇവിടെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവിടെ റീഫിൽ, നമുക്ക് വെള്ളം റീഫിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ വെറുതെ ഇതിന് പൈസ കൊടുക്കണ്ട. അപ്പോൾ ഇതാണ്ട് കോണ്ടാക്ട്ലെസ് ബോട്ടിൽ റീഫിൽ സ്റ്റേഷൻ. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ ആൻഡ് റീഫിൽ. സോ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ബോട്ടിൽ ഞാനിവിടെ പ്ലേസ് ചെയ്തു. എന്നിട്ട് ഈ കാണുന്ന സൈഡിലുള്ള സെൻസർ വെക്കുമ്പോൾ വെള്ളം വീഴുന്നു. നല്ലതാണേ, ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. ഇപ്പോൾ നമുക്ക് വെള്ളം നമ്മൾ ബോട്ടിലുണ്ടെങ്കിൽ ഫ്രീ ഫിൽ ചെയ്തുകൊണ്ട് കൊണ്ടുപോയാൽ മതി. ഇവിടെ ഞാൻ വന്നപ്പോഴേ ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടു. ഇതൊരു വാസ്പ് ട്രാപ്പാണ്. ഇതിനകത്തുള്ള ലിക്വിഡ് എന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് ഈസ് എ വാസ്പ് ട്രാപ്പ്. എന്തെങ്കിലും അട്രാക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ട് സീ ഇറ്റ് വിൽ ഫോൾ ഇൻ ടു ദിസ് ആൻഡ് എ വാസ്പ് ട്രാപ്പ്, ഡു നോട്ട് ടച്ച്. കൊള്ളാമേ. പിന്നെ ഇതൊരു കഫറ്റേരിയ ആണ്. ഈ കഫറ്റേരിയയുടെ ബെഞ്ചസും ഇതൊക്കെ ഉണ്ട് ഇവിടെ. ആൻഡ് ഇറ്റ്സ് ദെയർ ഇൻസൈഡ് ഓൾസോ യു ക്യാൻ ഗെറ്റ് ഐസ്ക്രീം, കോൾഡ് ഡ്രിങ്ക്സ്, എല്ലാം സ്നാക്സ് എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം കിട്ടുന്ന ഏരിയയാണ്. ഇവിടെ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടുണ്ട് ഈ ഫോറസ്റ്റിൽ. ഇറ്റ് ഈസ് വാണ്ടർ വെയർ നേച്ചർ ആൻഡ് ബയോഡൈവേഴ്സിറ്റി ത്രൈവ്. ഇത് നമുക്കൊരു കുറച്ച് ഇൻഫർമേഷനാണ്. ക്യാൻ യു സ്പോട്ട് സം ഓഫ് അവർ റെസിഡൻസ്. ഇത് സ്പോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബൈനോക്കുലറോ എല്ലൊക്കെ വേണ്ടി വരും. എനിക്ക് ഇത് നമ്മുടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതൊരു ഫോറസ്റ്റ് പാർക്കല്ലേ, അതുകൊണ്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വരെ നടക്കണം. ഇത് ഒത്തിരി ഉണ്ട്, വലിയ ഇതാണ്. ഇതിൻ്റെ പേരെന്നറിയാമല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഗ്രോട്ടിൻ ഗ്ലെൻ ഫോറസ്റ്റ് പാർക്കാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഗോട്ടിൻ, ഇപ്പോൾ ഇവിടെ ഒരു ഇൻഫർമേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ഗോട്ടിൻ ഗ്ലെൻ ഫോറസ്റ്റ് പാർക്കിനെ കുറിച്ച് ഇൻഫർമേഷൻ എഴുതിയിരിക്കുന്നത്, ഇത് ഈ ഫോറസ്റ്റിൻ്റെ പാർക്ക് ട്രെയിൽ ചെയ്ത് പോകുന്നത് ഒരു വെസ്റ്റേൺ ഗേറ്റ് വേ ടു സ്പെയറൻ മൗണ്ടൻസ്. ഒരു സ്പെയറൻ മൗണ്ടൻസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അതിലോട്ട് പോകുന്നതാണ് ഈ ഫോറസ്റ്റ് പാർക്ക്. പിന്നെ ഇത് 1967 തുറന്നു കൊടുത്താണ്. ഇത് ഏതാണ്ട് 1534 ഹെക്ടേഴ്സ് ഓഫ് ഏരിയ ഉണ്ട്, പിന്നെ ഭൂമിയുണ്ട്. പിന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് ഇത് പ്യൂർലി അവരുടെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ നമ്മുടെ ടിമ്പർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തടി കൊണ്ടുള്ള തടി വെട്ടി വിറ്റ് അതിനെക്കുറിച്ചുള്ള പ്രൊഡക്ഷൻ ഫർണിച്ചർ ഉണ്ടാക്കാനൊക്കെ ആയിരുന്നു. അതായിരുന്നു ആദ്യമേ ഇവരുടെ ഒരു നേട്ടം. മീൻസ് ആദ്യം അത് ഉദ്ദേശിച്ച് അങ്ങനെയാണ്. പിന്നെ അവർ അത് മാറ്റി പിന്നെ ഇപ്പോൾ അവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ഫോറസ്റ്റ് പാർക്കായിട്ട് രൂപീകരിച്ചത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഇൻഫർമേഷൻ. ഇവിടെ ഒരു ഫോറസ്റ്റ് ക്ലാസ് റൂമുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ഇവിടെ ഫുള്ള് ട്രെയിലാണ് കേട്ടോ. എനിക്ക് ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ചുമ്മാ ഇതിൻ്റെ അകത്ത് കണ്ടോ, എനിക്ക് തോന്നുന്നു ഇവിടെ സൈക്കിൾ ട്രെയിലും കൂടെ ഉണ്ടേ. സൈക്കിൾ ട്രെയിൽ ചെയ്യാം, നടക്കാം, ഹൈക്ക് ചെയ്യാം. പിന്നെ എനിക്കൊന്ന് ക്യാമ്പിംഗ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെ ഒന്നും ഞാൻ കണ്ടില്ല എഴുതി വെച്ചേക്കുന്നത്. ക്യാമ്പിംഗ് അലൗഡ് അല്ലായിരിക്കും. അതായത് പിന്നെ വൈൽഡ് ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത്. വൈൽഡ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിംഹവും കരടിയും അതൊന്നുമല്ല. ലൈക്ക് ഫോക്സ് ഉണ്ട്, പിന്നെ ബാഡ്ജർ എന്ന് പറഞ്ഞ് അങ്ങനെ, പിന്നെ നമ്മുടെ അണ്ണാൻ. അത് പക്ഷേ ഇതൊക്കെ അവരിങ്ങനെ വൈൽഡ് ലൈഫ് എന്നൊക്കെ. ഫോക്സ് ഒരു വൈൽഡ് ലൈഫ് ഇത്രയാണെന്ന് തോന്നുന്നു. സോ സൈലൻറ്റ്, ഒന്നുമില്ല. ഇവിടെ ഇത് കണ്ടോ, നമുക്ക് കുറച്ച് നമ്മുടെ ഇപ്പം ഞാനാണിങ്ങനെ ഏറ്റവും കയറിയ സമയത്ത് ഞാൻ ചെറുതായിട്ട് അണയ്ക്കുന്നുണ്ട്. അപ്പം നല്ല എക്സസൈസും കൂടെയാണ് ഇത്. ഏറിയ ഗുണമാണ് ഉണ്ടോ. അപ്പം ഞാൻ ഈ ക്യാമറയെ കാണിക്കുന്നതും നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇവിടെ വരുമ്പോഴും ആണ് ഇതിൻ്റെ ഒരു ഫീല് മനസ്സിലാക്കുന്നത്.
ക്യാമറ കാണുമ്പോൾ നിങ്ങൾ കണ്ടു എന്നുള്ളൂ, പക്ഷേ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോണ്ടല്ലോ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നേരിട്ട് വരണം. ഞാൻ ഈ സ്ഥലങ്ങൾ കാണിക്കുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്ത് വരാം. ഇപ്പോൾ എൻ്റെ പിന്നിൽ കണ്ടോ, ഫുൾ ഫോറസ്റ്റ്. ഇറ്റ്സ് എ ബിഗ് ഫോറസ്റ്റ്. ഇറ്റ്സ് എ ഫോറസ്റ്റ്. ഈ ചില ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കണ്ടില്ലേ, എനിക്കൊന്നും ഇവിടെയൊക്കെ ചിത്രീകരണം നടന്നിട്ടുണ്ടാവും. കണ്ടോ, ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന നമ്മുടെ കണ്ടിട്ടുള്ള ഫോറസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടുണ്ട് നമുക്കൊത്തിരി. ഇത് ഓക്ക് ട്രീസ് എന്നൊക്കെയാണെന്ന് അവിടെ എഴുതി വയ്ക്കുന്നത്. കണ്ടില്ലേ ഇതിൻ്റെ അടുത്തുണ്ടോ, ഈ മരത്തിൻ്റെയൊക്കെ കളർ കണ്ടോ, റെഡ് കളർ. പണ്ടത്തെ ആൾക്കാർ ഈ ഓക്ക് ട്രീസ് വെച്ചാണ് ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് ഇതാണ് അവർ എഴുതിയിരിക്കുന്നത്, അവർ ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത് ഇതാണ്. ഓക്ക് ട്രീസ് എന്തോ, പിന്നെ ബീഷൽ, ഹെയ്സൽ നട്ട്, പൈൻ ട്രീസ്, അങ്ങനെ എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഇതിനകത്തൂടെ പോയി, പക്ഷെ വെരി കാം ആൻഡ് ക്വയറ്റ് കേട്ടോ. ഒരു മനുഷ്യന് സമാധാനം വേണമെങ്കിൽ ഇവിടെ വന്ന് ചുമ്മാ നടന്നാൽ മതി. ഹിസ് ബ്രെയിൻ വിൽ ഗെറ്റ് റീചാർജ്ഡ് എന്നാണ് എനിക്ക് തോന്നി, അല്ലേ? ഐ ഫെൽറ്റ് ലൈക്ക് ദാണ് തോന്നി കേട്ടോ. ബട്ട് ഇറ്റ് ഈസ് വെരി നൈസ്. എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. യു ക്യാൻ ബി വെരി ക്ലോസ് ടു ദ നേച്ചർ. അതാണ് നമുക്കിവിടെ ഒരു ഫീല് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഭയങ്കരമായിട്ടൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട്, ലൈക്ക് ഒരു എക്കോ ആണ്. ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഈ മഴയൊക്കെ ആഞ്ഞു പെയ്തു വരുന്ന ശബ്ദമില്ല, അതുപോലൊക്കെ ഒരു ശബ്ദം മാത്രം കേൾക്കാം. ദാറ്റ്സ് വാട്ട് ക്യാൻ സീ ഫ്രം മീ. ബട്ട് വെയിലുള്ള സമയത്ത് ഇന്ന് ഭയങ്കര ക്ലൗഡി ആയതുകൊണ്ട് പിന്നെ മഴയുടെ ഒരു ചാൻസസ് ഒക്കെ കാണുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഡ്രോപ്സ് ഒക്കെ കാണുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ എല്ലാം കാണാം, കണ്ടോ? We can walk in through this. No one is here. എനിക്കൊന്ന് നമ്മുടെ കോട്ടയം ജില്ലയിലാണെന്ന് തോന്നുന്നു, മറ്റേ അവിടെ ഒരു പൈൻ ട്രീസ് ഉണ്ട്, പക്ഷെ അവിടെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ദിസ് ഈസ് ഇറ്റ്സ് മോർ. നീ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ ശബ്ദം? ഒരു മഴ ഇങ്ങനെ ആഞ്ഞ് പെയ്തു വരുന്ന പോലെ. ഐ എം സൈലന്റ് ഹിയർ നൗ. യെസ്. So this is what I experienced here in this forest. പിന്നെ ഇവിടെ ഇത് കണ്ടോ, പിന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ഈ ഒരു പായൽ പോലെയാണെന്ന് തോന്നിയത്. ഇത് ഇപ്പോൾ ഈ ക്യാമറ കൂടെ കാണുന്നതും നമ്മൾ ഡയറക്റ്റ് നമ്മൾ നേക്കഡ് ഐ വെച്ച് കാണുന്നതും അതിൻ്റെ ആ ഗ്രീനറി കുറച്ചുകൂടെ ഉള്ള എഫക്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് കണ്ടോ, ഈ മോസസ് ഇത് കണ്ടോ, ഇതിൻ്റെ പുറത്ത് ഫുള്ള് മോസ് എന്ന് പറയും. മോസ് എന്ന് പറഞ്ഞാൽ ഒരു ആൽജി ഒക്കെ ടൈപ്പുള്ള ഒരു പായൽ പറയാം. പായലിൻ്റെ ഒരു ഫംഗായി ആണോ ആൽജി എന്ന് പറയുന്നത്, അത് ആ റേഞ്ചിൽ പെടുന്ന ടൈപ്പ് വരുന്ന ഒരു സംഭവമാണ് ഈ തറയിലൊക്കെ കാണുന്നത്, കണ്ടോ? സോ ഐ തിങ്ക് ദ നേച്ചർ ഈസ് നോട്ട് ഡിസ്റ്റർബ്ഡ്. സോ ഇറ്റ് ഈസ് നോട്ട് ഡിസ്റ്റർബ്ഡ്. ഇവിടെ അങ്ങനെ ആൾക്കാർ കയറി നടന്നോ അല്ലെങ്കിൽ അത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി യു ക്യാൻ ഹിയർ ദറ്റ് സൗണ്ട്. അപ്പോൾ ആൾക്കാരൊന്നും ഇവിടെ ചവിട്ടി മെതിച്ച് അതിനെ ഈ പറയുന്ന പിന്നെ എന്താ പറയുന്നത്, ഈ ഗ്രാസിനെ ഒന്നും നശിപ്പിക്കാത്ത രീതിയിലുള്ളതാണ് ഇവിടെ കാണുന്നത്. So only you have a trail here, you can walk through this trail and there will be an exit to that trail. So you can have a walk, you can come here and take a walk. It's really nice. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സൈക്ലിംഗ് ട്രെയിലുണ്ട്. സൈക്കിൾ ഓടിച്ച് ഇതിനകത്തിൽ കൂടെ കയറ്റാം.
അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് ഇവിടെ. ബിഗ് ട്രീ, ഒരു ഇത് കട്ട് ചെയ്ത് കിടക്കുന്ന സ്ഥലം. ഇത് ഫുള്ള് ഇത് കണ്ടോ, ഈ മരം കണ്ടോ, ഇത് ഫുള്ള് വേരോട് പിഴുത് വന്നിരിക്കുകയാണ് കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ ബാക്കിയാണ് ഇവിടെ കാണുന്നത് കണ്ടോ. ഇത് മുറിച്ചിട്ടേക്കോ, ഇതിൻ്റെ വേരിൻ്റെ സ്ട്രക്ചർ കണ്ടോ. ഓ ഇറ്റ്സ് ടു ബിഗ്. ഇപ്പം വൈഡ് ലെൻസിലിട്ട് കഴിഞ്ഞാൽ കാണാം കണ്ടോ. ഗോ അങ്ങോട്ട് കയറി പോകാം കണ്ടോ. ഓ you can take a walk along. So nice. മഴ പെയ്ത് വരുന്നുണ്ട്, അതിൻ്റെ ശബ്ദമാണ് അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നത്. So that's it. Here in the Glens, we boast several species of bat who have made their homes in the trees around the forest park. Listen to the high-pitched chirp of the pipistrelle bat, one of the smallest bats in Northern Ireland, which feasts on midges around the park at night time. The sound was captured using a bat detector. Dusk is a great time to see bats as they flit around searching for insects using echolocation. ഇതൊരു ബ്ലാക്ക് ബോക്സ് ഏരിയയാണ്. ഇത് ഈ ഫോറസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ ഈ ഇന്നത്തെ ഇവിടെ കാണുന്ന ബാറ്റ്സ് എങ്ങനെയാണ് ഇൻസെക്ട്സിനെയൊക്കെ പിടിക്കുന്നത്, അതിൻ്റെ ശബ്ദം ഉയരിച്ച്, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇവിടെ ഈ മുള്ളുകൻ ട്രെയിലല്ലേ, മറ്റേ വലിയ പിന്നെ ഡാറാ ദ ജയൻ്റ് എന്ന് പറയുന്നത്, അതിൽ 3 മണിക്കൂർ എടുക്കും. കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് 7 കിലോമീറ്ററാണ്, 4.2 മൈൽസ്. അപ്പം ഉണ്ട് ഇവിടെ അതുണ്ട്, അതെനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നത്തെ വെതർ അത്ര പോരാ, അതുകൊണ്ട് കണ്ട് ഇത് കണ്ടോ ടോട്ടൽ ഓഫ് 7.4 കിലോമീറ്റർ റിട്ടേൺ ഫോറസ്റ്റ് ട്രാക്ക്. ബാ, സോ ദാറ്റ്സ് ഇറ്റ്. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൊരു സ്റ്റോപ്പ് ഓവർ ചെയ്തായിരുന്നു. പക്ഷേ അടിപൊളി വ്യൂ, ഒരു
ഫോട്ടോ എടുക്കാനുള്ള കിടിലൻ വ്യൂ. അപ്പം ഞങ്ങൾ ചുമ്മാ ഇവിടെ ഒന്ന് കയറി ഫുള്ള് ഫോട്ടോ എടുക്കാമെന്ന്. അപ്പം അതിൻ്റെ ഒരു വ്യൂയിലേക്ക് ഞാൻ നിങ്ങളെ എൻ്റെ വ്യൂ ഒന്ന് കാണിക്കാം. കണ്ടോ എന്നാ സൂപ്പർ വ്യൂ ആണ്. നോക്കി ഈ വഴി കൂടെ കയറി വരട്ടെ. ഇവിടെ വന്നപ്പം ഇവിടെ ഒരു എഴുതിയേക്കുന്നത് ഇതാണ് ലേഡീസ് വ്യൂ, കോറം മാസ്റ്റ്. പിന്നെ ഓരോ സ്ഥലവും എത്ര മൈൽസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആലക്സിൽ എന്തൊക്കെയോ കാക്ക 10 മൈൽസ്. അപ്പോൾ ഇവിടുന്ന് ലേഡീസ് വ്യൂ കാണുന്ന അതിൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് എത്ര ആണെന്ന്. ആദ്യത്തെ കോറം മാസ് എനിക്ക് തോന്നുന്നു ദാണ്ട ഇവിടെ നിൽക്കുമ്പം അതാണ് കോറം മാസ്, അതായിരിക്കും കോറം മാസ്. പിന്നെന്തുവാ, പിന്നെ കുറേഗ് ഹോസ്ലെ ഇനി ഇന്നത്തെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്കൊന്നും അത് കാര്യമായിട്ട് അറിയത്തില്ല. നമ്മൾ ഡയറക്റ്റ് പിന്നെ ബാലിക്സ് ഹിൽ ഇറ്റ് ഷോയിങ് 3. സോ ഫ്രം ഹിയർ നോർത്ത് ഇതാണ്ടാണെന്ന് തോന്നുന്നു ബാലിക്സ് ഹിൽ ഈ കാണുന്നത്. ഇതാണ് ബാലിക്സ് ഹിൽ. പിന്നെ ബ്രാഡ്കീൽ ഇത് ബ്രാഡ്കീൽ ഫോറസ്റ്റ്. ഇത് കണ്ടറിയാം, ഫോറസ്റ്റ് ആണ്. ഇതാണ് ബ്രാഡ്കീൽ ഫോറസ്റ്റ്. പിന്നെ മുലാക്ലോക്ക് 10 മൈൽസ്. ഓക്കെ, മുലാക്ലോക്ക അത് 10 മൈൽസ്, അത് 5. അത് ഈ ഭാഗത്താണ്ടാണ്, അത് അങ്ങോട്ടാണ് കാണിക്കുന്നത്. അല്ല ഉണ്ടാ ആ കാണുന്ന മുലാക്ലോക്ക് ഹിൽസാണ്. അതാണ് എനിക്ക് ആ പേര് എക്സാക്ട്ലി അറിയത്തില്ല. അപ്പം ഇത് ഭയങ്കര അടിപൊളി വ്യൂ ആണ്, സൂപ്പർ വ്യൂ ആണ് ഇവിടുന്ന്. കണ്ടോ അടിപൊളി വ്യൂ ആണോ, അടിപൊളി ആണോ, നല്ല സ്ഥലമല്ലേ. അയ്യോ കണ്ടോ ഇവിടെ ഫുള്ള് ഇതെന്തോ ഒരു കാട്ടുപൂവാണ്, ഇതാണ് കാണുന്നത്. അടിപൊളി, ഇഷ്ടപ്പെട്ടു. അപ്പം